പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ LDF അംഗങ്ങളുടെ പ്രതിഷേധം. മണലൂർ പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കുക, ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ റോഡുകളുടെ പണികൾ ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ഭരണസമിതി അംഗങ്ങൾ ഇന്നത്തെ ഭരണസമിതിയിൽ പ്രതിഷേധ ബോർഡുകൾ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി പഞ്ചായത്തിന് മുൻപിലും പ്രതിഷേധിച്ചു. ഇൻക്ലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സമരം സിന്ദാബാദ്. പഞ്ചായത്ത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, പഞ്ചായത്ത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, പഞ്ചായത്ത് റോഡുകൾക്ക് പണം അനുവദിക്കുക. മണലൂർ പഞ്ചായത്തിലെ ഭൂരിപക്ഷം റോഡുകളും ഹിറ്റാച്ചി വെച്ച് പൊളിച്ചിരിക്കുകയാണ്. മാനുവലായി പൊളിക്കുവാൻ മാത്രമാണ് അനുവാദമുള്ളതെന്നും പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിച്ച റോഡുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. അതിനുള്ള യാതൊരു ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച റോഡുകളുടെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും മെമ്പർമാർ പല കമ്മിറ്റികളിലും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഇതുവരെ നടപടികളൊന്നും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ ഷാനി അനിൽകുമാർ, ധർമ്മൻ പറത്താട്ടിൽ, ഷേളി, ബിന്ദു സതീഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. KVC ന്യൂസ്. മണലൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും കുടിവെള്ളത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് 8 മാസക്കാലമായി പൊളിച്ചിട്ടിട്ട്, ആ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് റോഡുകൾ പൊളിച്ചതെങ്കിലും പൊളിച്ച റോഡുകളെല്ലാം ദിവസങ്ങൾക്കകത്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടായിട്ട് പോലും ഇതുവരെ ആ റോഡുകളൊന്നും സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടലുണ്ടായിട്ടില്ല. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് പഞ്ചായത്തിലെ റോഡുകളെല്ലാം ഈ രൂപത്തിലേക്ക് വരുത്തി തീർത്തതെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ പറയുന്നത്. ഇവിടെ 8 മാസക്കാലമായി റോഡുകളെല്ലാം പൊളിച്ചിട്ടിട്ട്, അന്ന് റോഡുകൾ പൊളിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ഒറ്റക്കെട്ടായി കൊണ്ട് ആ ഭരണസമിതിക്കകത്ത് പറഞ്ഞു, റോഡുകൾ പൊളിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് നന്നാക്കി തരുന്നതിന് വേണ്ടി, സഞ്ചാരയോഗ്യമാക്കി തരുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന്. അത് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള വാർഡുകളിലെ റോഡുകളെല്ലാം പൊളിച്ചു തീർത്തത്. എന്നാൽ 8 മാസക്കാലമായി പല ഭരണസമിതിക്കകത്തും ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മാറുകയല്ലാതെ ഇതുവരെ ഒരു റോഡും റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 26 വർഷങ്ങൾക്ക് മുമ്പ് മണലൂർ പഞ്ചായത്തിൽ റോഡുകൾ എങ്ങനെയായിരുന്നു അതുപോലെയായി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം റോഡുകളുടെ എല്ലാം അവസ്ഥ. ഇവിടെ സ്കൂൾ വാഹനങ്ങൾ റോഡിലൂടെ പോകാൻ കഴിയുന്നില്ല. പല അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ വാഹനത്തിൽ കയറ്റി സ്കൂളിലേക്ക് പറഞ്ഞയച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇല്ല. മെയിൻ റോഡുകളിലേക്ക് കുട്ടികളെ എത്തിക്കേണ്ട ഒരു സാഹചര്യം, വണ്ടി സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് താകുന്ന ഒരു സാഹചര്യം, പല വണ്ടികളും പല പ്രാവശ്യം സൈഡ് താന്ന് മറ്റു വാഹനങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബൈക്കുകൾ താകുന്ന ഒരു സാഹചര്യം, ബൈക്കുകൾ മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം, ഈ കുണ്ടിലും കുഴിയിലൊക്കെ വെള്ളം നിൽക്കുമ്പോൾ കുഴി കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബൈക്ക് വീണ് പലരും അപകടസ്ഥിതിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലരുടെയും അംഗവൈകല്യം ഉണ്ടായി. പല അമ്മമാർക്കും പല സഹോദരന്മാർക്കും റോഡ് പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് അംഗവൈകല്യം ഉണ്ടായി. ആ രൂപത്തിൽ പഞ്ചായത്തിൻ്റെ റോഡുകളെല്ലാം പൊളിച്ചു. മാത്രമല്ല, പഞ്ചായത്ത് റോഡുകൾ പൊളിച്ചാൽ അത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ടി, സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന് ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടു. പക്ഷേ ഫണ്ട് അനുവദിക്കാൻ ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇവിടെ റോഡിൻ്റെ ഒരു പണി നടക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷക്കാലമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ഒരു റോഡ് പോലും പുതുതായിട്ട് പണിയാൻ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും നടന്നില്ല. ഇപ്പം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 2 വർഷത്തോളമായിട്ട് പല റോഡുകളും ഇതുവരെ ആരംഭം കുറിക്കാൻ, പണി തുടങ്ങി വയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടൊരവസ്ഥ മണലൂർ പഞ്ചായത്തിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് പുറത്ത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് വളരെ അടിയന്തരമായ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർക്ക് ഇവിടെ നടത്തേണ്ടതായിട്ട് വന്നത്. ഇപ്പോൾ ഈ കമ്മിറ്റിയകത്ത് ഞങ്ങൾ ഉന്നയിച്ചു,
വളരെ നിസ്സാരപരമായിട്ട് രൂപത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതിനകത്ത് മറുപടി തരുന്നത്. അത് നമുക്ക് പിന്നെ ചെയ്യാം, അത് അടുത്ത ദിവസം തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയല്ലാതെ ഒരു നടപടിയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നില്ല. ഇവിടെ ഭരിക്കുന്ന മുന്നണിയുടെ തന്നെ മെമ്പർമാർ തമ്മിൽ ഭയങ്കര തർക്കങ്ങളാണ് കമ്മിറ്റിയകത്ത് നടക്കുന്നത്. അവരുടെ സഹകരണം തീരെ ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലുള്ള UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. UDFന്റെ അംഗങ്ങളുടെ ഒരു സഹകരണം പോലും ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടുന്നില്ല. അവരുടെ നിസ്സഹകരണമാണ് ത്തോടുകൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു ഭരണസ്തംഭനം ഈ പഞ്ചായത്തിനകത്ത് വളരെ നാളുകളായിട്ട് നിലനിൽക്കുകയാണ്. പഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മെമ്പർ വെള്ളംകളി നടത്താത്തതിനെ കുറിച്ച് വലിയ പത്രസമ്മേളനം, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിൻ്റെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ഭരണസ്തംഭനം നിൽക്കുകയാണ്. UDFന്റെ മെമ്പർമാർ ഉൾപ്പെടെ ഈ പഞ്ചായത്ത് ഭരണത്തിനെതിരായിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ രൂപത്തിലേക്ക്, ആ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കടക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾ ഇപ്പോൾ ഈ വിഷയം കമ്മിറ്റിക്കകത്ത് ഉയർത്തുന്നത് പഞ്ചായത്തിന്റെ റോഡുകളെല്ലാം അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ്. ഈ സമരത്തിനകത്ത് ധർമ്മൻ പരത്താട്ടിൽ, ഷേളി റാഫി, ബിന്ദു സതീഷ്, ഷാനി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ പങ്കെടുക്കുന്നുണ്ട്. 2 മെമ്പർമാർ ഇന്ന് ലീവാണ്. ഈ മെമ്പർമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാരുടെ പിന്തുണയോട് കൂടിയാണ് ഈ സമരം നമ്മളിവിടെ നടത്തുന്നത്. നല്ലൊരു ഫോട്ടോ എടുക്കണ്ട പഞ്ചായത്തിലുണ്ടോ നിങ്ങളത് നിങ്ങളെ കിട്ടില്ല ആണ് വിഷയേ. അപ്പൊ നിങ്ങളെ കിട്ടില്ല, മോളല്ലാണ്ട് ഇത്.